ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പിസ്സ മഫിൻസ് അല്ലെങ്കിൽ സാവറി മഫിൻസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഹോം മെയ്ഡ് പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് പിസ്സയ്ക്കുള്ള മാവ് കുഴയ്ക്കണം, അതുപോലെ ബേസ് ഉണ്ടാക്കണം, പിസ്സ സോസ് ഉണ്ടാക്കണം, അങ്ങനെ വലിയൊരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ പിസ്സയുടെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് പിസ്സ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള പിസ്സ മഫിൻസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന് കൂടി ഇനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗളിലോട്ട് 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ഓയിലും 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇതിനായിട്ട് 1 കപ്പ് അളവിൽ മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം ഇതെല്ലാം പൊടിയാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരേ അളവിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/4 കപ്പ് അളവിൽ മൊസറല്ല ചീസും 1/2 ടീസ്പൂൺ ഒറിഗാനോ അല്ലെങ്കിൽ അയമോദകം ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ ഉണക്കമുളക് ക്രഷ് ചെയ്തതാണ്. ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ പുളിയില്ലാത്ത കട്ട തൈര് 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ ഈസ്റ്റും അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മാവ് ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത പാലും തൈരും അതുപോലെ ഓയിലൊക്കെ തന്നെ മതിയാവും ഇത് കുഴയ്ക്കാനായിട്ട്. ഇനി എളുപ്പത്തിൽ നമുക്ക് പിസ്സ സോസ് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഇതിനായിട്ടൊരു ബൗളിലോട്ട് 1/2 കപ്പ് അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയാക്കി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പിസ്സ സോസ് തയ്യാറാക്കാനായിട്ട് ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഒരു പിസ്സ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു കപ്പ് കേക്കിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ ഒരു ട്രേ ഇതുപോലെ ഒന്ന് അല്പം ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. നമുക്കിത് ഓവനിൽ വെച്ചിട്ടും അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇന്ന് 2 രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് കുറച്ചായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ ഓരോന്നിലും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്യരുത്. കുറച്ച് ലൂസായിട്ട് കുറച്ച് താഴേക്കായിട്ട് ഫില്ല് ചെയ്യണം. കാരണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് താഴ്ത്തിയിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ അളവിൽ എല്ലാത്തിലും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പിസ്സ സോസ് തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്ന ടൊമാറ്റോ കെച്ചപ്പ് ഒരല്പം ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഒരു ബൗളിലോട്ട് അല്പം വലിയ ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കും ഇതുപോലെ പൊടിയായി അരിഞ്ഞിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന പിസ്സ സോസ് ലെയറിൻ്റെ മുകളിലായിട്ട് ഇതല്പം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ലെയർ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൊസറല്ല ചീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ഈ ഒരു ചീസിൻ്റെ ലെയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഒലീവ്സ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ടൈപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരല്പം ചിക്കൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ ഈ ഒലീവ്സിൻ്റെ കൂടെ ഒരല്പം ചിക്കൻ ഫ്രൈ ചെയ്തത് കൂടി വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓവനിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ ഒരു 30 മിനിറ്റ്സ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇനി ഗ്യാസ് സ്റ്റൗവിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ ചെറിയ ബൗളിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത അതേപോലെ തന്നെയാണ് ഈ ഒരു ബൗളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഒരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ദോശച്ചട്ടിയിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നന്നായി ചൂടായിട്ടുള്ള ചട്ടിയിലോട്ട് ഈ ഒരു ബൗളുകൾ വെച്ച് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 35-40 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾ വെക്കുന്ന ബൗൾ കുറച്ച് സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇതിനടിയിലായിട്ടൊരു ട്രേ വെച്ച് കൊടുക്കാനായിട്ട് മറക്കരുത്.
കളയരുത്. ഒരു 35 മിനിറ്റോളം ഒരു കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 35 മിനിറ്റ് ആയി വരുന്നവരെ നമ്മളത് ഓപ്പൺ ചെയ്യാതിരിക്കരുത്, നമ്മളത് ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഇനി ഇത് ഈ ഒരു പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഓവനിൽ വെച്ചത് ഒരു 25 മിനിറ്റോളം ഏകദേശം എടുത്തിട്ടുള്ളൂ. നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതുപോലെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. കണ്ടോ, ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അതുപോലെ ആ ഒരു പിസ്സ കഴിക്കുന്ന സെയിം ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പിസ്സ കഴിക്കാൻ തോന്നുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പിസ്സ ബേസിനും പിസ്സ സോസൊക്കെ ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു പിസ്സ മഫിൻസ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വൈകാതെ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.